ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു മിൽക്ക് ഫോറസ്റ്റ് കേക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ ആയി പൗഡർ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഇനി വേറെ ഡ്രൈ ആയി പൗഡർ എടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട, ഒരു പിഞ്ച് ഉപ്പ്, 1.5 ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു എഗ് ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ കേക്ക് ടിന്നിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനുള്ള സ്പഞ്ച് തയ്യാറായി കഴിഞ്ഞു. ഇനി കേക്ക് തണുത്തതിന് ശേഷം 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒന്ന് ആദ്യം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും മിൽക്ക് ചോക്ലേറ്റ് ഗണാശ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കാഷ്യൂസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 3 ലെയറിലും ഇതുപോലെ ഒന്ന് ചെയ്ത ശേഷം ലാസ്റ്റ് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ആ ചോക്ലേറ്റ് ഗണാശ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ സൈഡിൽ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയായി. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.